നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തികളല്ല. ഭഗവാൻ വിളിച്ചത് പ്രകാരം അല്ലെങ്കിൽ ഭഗവാന്റെ ആഗ്രഹപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കാണുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ ആ സുപ്രധാനമായ സന്ദേശം ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഒരു നിമിഷം ഭഗവാന് മുൻപിൽ കൈകൂപ്പി, അതായത് കണ്ണുകൾ അടച്ച് ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കൈകൂപ്പി ഭഗവാൻ നൽകുന്നതായ സന്ദേശം കേൾക്കുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നും അതിൽ നന്ദി ആദ്യമേ പറയണം. കൂടാതെ ഭഗവാൻ നൽകുന്നതായ ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും തെറ്റുകളുണ്ട് എങ്കിൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാനും തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്ന് കൈകൾ കൂപ്പി ഒരു നിമിഷം ഭഗവാനോട് പ്രാർത്ഥിക്കണം. തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ, അനുകൂല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. ഏവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്നതായ ആ ചിത്രം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചത് പ്രകാരം നിങ്ങൾ കണ്ടിട്ടുള്ളതായ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത്, ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ രഹസ്യ സന്ദേശങ്ങൾ ഇപ്രകാരമാണ്. ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ വളരെയധികം ഭാഗ്യമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളാണ്. ഒരുപാട് ജീവിതത്തിൽ വിഷമിക്കുകയും പല കാരണങ്ങൾ കൊണ്ടും കരഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ അന്തരീക്ഷങ്ങൾ അത്ര മോശമായിരുന്നു എന്ന് പറയാം. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പോലും കരയേണ്ടതായ സാഹചര്യങ്ങൾ, ആരുമില്ലാത്തതായ അവസ്ഥ, അത്തരത്തിലൊരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും മുന്നോട്ട് പോയിരുന്ന, അത്രമേൽ വിഷമതകൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ ദുഃഖകാലത്തിന് ഒരവസാനം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു, ദുഃഖകരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നൊരു സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. അതൊരു വാസ്തവമായ കാര്യമാണ്. അത് കേൾക്കാൻ സാധിച്ചത് പോലും മഹാഭാഗ്യമാണ് എന്ന് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സത്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എല്ലാം കണ്ടിരുന്നു എന്നുള്ളതാണ്.
ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണ് എന്ന കാര്യവും ഓർക്കണം. ആരുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ സമയങ്ങളിലെല്ലാം തന്നെ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലും മറ്റുള്ളവർക്ക് പോലും അത്ഭുതകരമായ ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഇരട്ടി അത്ഭുതമായി തോന്നാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും വിധം ഒരു വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും അനുകൂലമായ ഒരു സാഹചര്യം, അതൊരു അവസരം പോലുമാകാം. അത് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, എന്നാൽ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് ഒരു സന്തോഷകരമായ നിമിഷം കടന്നു വരികയാണ് എന്ന് പറയാം. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരുപാട് കാലങ്ങളായി, അല്ലെങ്കിൽ വളരെ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല ചിന്തകളിൽ ഒന്നാണ് ഒരാഗ്രഹം, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നേടിയെടുക്കണം, അത് തങ്ങൾക്ക് അനുകൂലമായി തീരണം എന്ന് അതിയായി പ്രാർത്ഥിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാന് മുൻപിൽ പ്രാർത്ഥനയായി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ട്. അത്തരം ചില കാര്യങ്ങൾ അത് ഒരു തവണയാകണം എന്നില്ല, പല തവണയായി ഭഗവാന് മുൻപിൽ അർപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം, അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുവാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമാകുന്ന, അല്ലെങ്കിൽ അത് നടത്തി കിട്ടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില അനുകൂലമായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ പ്രവേശിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനം ചെലുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷമോ ഇപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ശാന്തത നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കാര്യവുമാകാവുന്നതാണ്. സന്തോഷം വളരെയധികം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശുഭകരമായ ഒരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ചില സൂചനകളായി ഭഗവാൻ നൽകുന്നതായ കാര്യങ്ങളുമാകാം. അപ്പോൾ തീർച്ചയായും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഭഗവാനെ നിങ്ങൾ അവിശ്വസിക്കുന്നവരല്ല, എന്നാൽ ചില അവസരങ്ങളിൽ എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു പരിഭവം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. അത് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് പലവിധ വിഷമതകളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ ചില അപകടകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കേണ്ടവരായിരുന്നു. അതിൽ പലതും ഭഗവാൻ തന്നെ തട്ടി മാറ്റിയിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പല കാര്യങ്ങളിലും ഒരു സമാധാനമോ മനസ്സിൽ, അല്ലെങ്കിൽ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ നിങ്ങൾ വിശ്വസിച്ചതിലുള്ള, ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചതിലും, ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിച്ചതിലും അത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ അനുകൂലമായി സംഭവിക്കാനായി പോകുന്നത്. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സന്ദേശം ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ തളർന്നിരിക്കേണ്ട വ്യക്തികളല്ല, ഏതു സമയത്തും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട വ്യക്തികളാണ് എന്ന് ഭഗവാൻ നിങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. അതിനാൽ തന്നെ എത്ര ദുഃഖകരമായ സാഹചര്യമാണ് എങ്കിലും എനിക്ക് ഭഗവാനുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ കവചം എനിക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ആർജവത്തോടെ പരാമർശിക്കുവാൻ സാധിക്കുന്ന
ഉറച്ച ശബ്ദത്തിൽ പറയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട്. പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് നിവർത്തി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അതായത് ചില കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പത്തിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഈ സന്ദേശം അത് ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാട് നൽകുവാനും മുന്നോട്ട് കുതിക്കുവാനുമുള്ള അവസരങ്ങൾ നൽകും എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലൊരു ആശയക്കുഴപ്പവും പാടില്ല എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊപ്പം ഭഗവാൻ സഞ്ചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയും ഭഗവാൻ കാണുന്നുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തന്നെ അല്ലെങ്കിൽ പുതിയൊരു അവസരം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ നൽകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ അവസരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാകാം. നിങ്ങൾക്ക് പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്തതായ കാര്യമാകാം. അല്ലെങ്കിൽ പലപ്പോഴും നിർഭാഗ്യമാണ് എനിക്കുള്ളത്, ഭാഗ്യം പോലും അനുകൂലമാകുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾക്ക് ഒരു പുതിയ ഭാഗ്യാനുഭവം, ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമാണ് എങ്കിലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു. തീർച്ചയായും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾ അവഗണിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ മുന്നറിയിപ്പുകളിൽ ഒന്ന്, പലപ്പോഴും പല കാര്യങ്ങളും പരാജയപ്പെട്ടു പോകുന്നു എന്നതിന് പിന്നിലെ കാരണം ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ശത്രുദോഷവുമാണ്. പല വ്യക്തികളും നിങ്ങൾക്കൊപ്പം നിങ്ങളെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം പലരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ പലരെയും അവിശ്വസിക്കുവാൻ തയ്യാറാകാത്ത വ്യക്തികളാണ്. നിങ്ങൾ നല്ല വ്യക്തികളാണ് എന്നത് തന്നെയാണ് മറ്റുള്ളവരെയും അത്തരത്തിൽ കാണുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ചില വ്യക്തികൾ അത് നിങ്ങളുടെ മുൻപിൽ വളരെയധികം ചിരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് മയക്കുന്നവരാകാം. മയക്കുക എന്നതിൻ്റെ അർത്ഥം അവർ അവരുടേതായ രീതിയിൽ നിങ്ങളെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് പുതുതായ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായ പല കാര്യങ്ങളും വിദഗ്ധമായി മുടക്കുകയോ നിങ്ങൾക്ക് വരേണ്ടതായ ഭാഗ്യം, ഭഗവാൻ നൽകുന്നതായ പല സൗഭാഗ്യങ്ങളും അവർ തടസ്സപ്പെടുത്തുന്നു, തടയിടുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. മുൻപിലുള്ളത് ചതിക്കുഴികളാണ് എന്ന് ഭഗവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാമല്ല, ചിലത് ചതിക്കുഴികളാണ്. അത് ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാട്ടിത്തരുന്ന സാഹചര്യമുണ്ട്. ഇത്തരം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അതിനു നേരെ മുഖം തിരിച്ച് മുന്നോട്ട് പോകാതെ ഭഗവാനോട് നന്ദി പറഞ്ഞ് ആ കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു വേണം ഈ സമയം മുന്നോട്ട് പോകുവാൻ. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതായ ശത്രുദോഷവും അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്കുണ്ടാകേണ്ടതായ ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളെ കുറിച്ച് തന്നെയാണ്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങുക. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്.
അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ചില ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ പ്രദാനം ചെയ്യുന്നുണ്ട്. പല രീതിയിലും പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രമേൽ പരീക്ഷണങ്ങളിലൂടെ പോവുകയും പല സമയങ്ങളിലും നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിടഞ്ഞ് നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങളിലേക്ക് നീങ്ങും എന്ന് തോന്നിയതായ അവസരങ്ങളിൽ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ പല അവസരങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകുകയോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അല്പം വഴിതെറ്റി സഞ്ചരിച്ചിരുന്നതായ സമയത്ത് പോലും ഭഗവാൻ നിങ്ങൾക്ക് നേർവഴിയിലേക്ക് നയിച്ചിരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. ജീവിതത്തിൽ ഏവരും കണ്ടുമുട്ടുന്നതായ കാര്യം തന്നെയാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ തളരുകയല്ല, മറിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. ആ സത്യം നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ആ ശക്തി നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടതാണ്. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നാവുന്ന ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധ്യത ഈ സമയമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നെ അത് അത്ഭുതമായി തീരുകയും ചെയ്യാം. ജീവിതത്തെ പോലും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന അത്രമേൽ അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിന് അല്പം കൂടി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരാം. തീർച്ചയായും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്നെയാണ് ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം കൃത്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെയാണ്. അതിനാൽ എപ്പോഴും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. അവിശ്വാസം പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാനോ കാണുവാനോ സാധിച്ചിട്ടുള്ളത് എന്നതാണ്. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകാൻ പോകുന്നു. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നു എന്നതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. ഭഗവാനെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ഭഗവാനിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസവും കൂടാതെ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹവും അതുമൂലം ഉണ്ടായിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നത്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ താൽക്കാലികമാണ് എന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ തന്നെ കടന്നു വരും എന്ന സൂചനയാണ് ഭഗവാൻ നൽകിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ഭഗവാനിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക.